സാല്. ഞാനിവിടെ വൺ പ്രോയുടെ ഓഫീസിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒരു ബിഗിനേഴ്സ് ആയി കഴിഞ്ഞാലും ഓൾറെഡി ഫോറക്സ് ട്രേഡ് ചെയ്യുന്നവരായി കഴിഞ്ഞാലും അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ഫോറക്സ് എന്താണെന്നും അപ്പോൾ അത് എന്താണ് ഈ ഒരു ഫോറക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എങ്ങനെ നമുക്കതിൽ നിന്ന് ട്രേഡ് ചെയ്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാം, എങ്ങനെ അതൊരു പാസീവ് ഇൻകം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം എന്നതെല്ലാം നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോ കാണാം. അതിൻ്റെ ലിങ്ക് എന്തായാലും ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒരു ഫോറക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? ഓക്കെ, ഇത് അറിയാവുന്നവരുണ്ടാവും. അറിയാവുന്നവരെന്തായാലും ഈ ഒരു ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു കളഞ്ഞിട്ട് ഒരു പകുതി ആ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഒരു ഫോറക്സ് തുടക്കക്കാരാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു ബ്രോക്കർ, നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ഇടനിലക്കാരനുണ്ടാവും. ഓക്കെ, ആ ഒരു ബ്രോക്കർ ത്രൂ മാത്രമാണ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുക. ആ ഒരു ബ്രോക്കർക്ക് അവരുടേതായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ഏത് രാജ്യത്തുള്ള കറൻസികളെയും കറൻസി പേയേഴ്സിനെയും നമുക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെക്നിക്കൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല, ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ടെക്നിക്കലും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോ തുടർന്നുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ബ്രോക്കറെ നമ്മൾ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ ഒരു ബ്രോക്കർ റെഗുലേറ്റഡ് ആണോ എന്ന് നോക്കണം. ഓക്കെ, ആ ഒരു ബ്രോക്കറിന് ഏതൊക്കെ റെഗുലേഷൻസ് ഉണ്ട്, അതായത് റെഗുലേഷൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈസ, നമ്മൊരു ഫണ്ട് ആ ഒരു ബ്രോക്കറുടെ വാലറ്റിലേക്ക് നമ്മൾ ഇടുമ്പോൾ ആ ഒരു പൈസ അവിടെ സേഫ് ആണോ അല്ലയോ എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, അതിനായിട്ട് നമ്മൾ റെഗുലേറ്റഡ് ആണോ ബ്രോക്കർ നോക്കണം. ഒരുപാട് ബ്രോക്കേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ, പക്ഷേ അതിൻ്റെ പല ടൈപ്പിലുള്ള റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു റെഗുലേഷൻസ് ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു വൺ പ്രോ എന്ന ബ്രോക്കറിൽ നമുക്ക് എല്ലാ റെഗുലേഷൻസും, നമുക്ക് 5 ടൈപ്പ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ പിന്നെ നോക്കേണ്ട ഒരു കാര്യമാണ് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണോ നോക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ രാജ്യത്തും അവരെ പ്രസൻസ് ഉണ്ടോ, ആ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമ്മുടെ ബ്രോക്കറും ഓൾറെഡി ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. ഓക്കെ, നമ്മുടെ ബ്രോക്കർ മാത്രമല്ല പല ബ്രോക്കേഴ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബ്രോക്കർ ത്രൂ ട്രേഡ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടേതായിട്ടുള്ള പ്രത്യേക അസിസ്റ്റൻസും കാര്യങ്ങളും ഉണ്ടാകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഗുലേഷൻസിനെ കുറിച്ച് നോക്കി, ഗ്ലോബൽ റെക്കഗ്നൈസ്ഡ് ആണോ നോക്കി. പിന്നീട് നമ്മൾ നോക്കുന്ന കാര്യമാണ് സ്പ്രെഡ്. ഓക്കെ, കോമ്പറ്റീറ്റീവ് സ്പ്രെഡ്, അതായത് പല കമ്പനീസും പല ബ്രോക്കേഴ്സും പലതരത്തിലുള്ള സ്പ്രെഡാണ് കൊടുക്കുന്നത്. ചിലർ കൂടുതൽ സ്പ്രെഡ് മേടിക്കും, അല്ലെങ്കിൽ ചെറിയ സ്പ്രെഡ് മേടിക്കുന്നവരുണ്ട്. സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചാർജാണ്. ഓക്കെ, അതറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, അത് ചാർജാണ്. നമ്മളിപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ബ്രോക്കറേജ് കൊടുക്കുന്ന പോലെ തന്നെ അതുപോലുള്ളൊരു ചാർജാണ് ഈ സ്പ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു സ്പ്രെഡ് എത്രയും കുറവ് നമ്മൾ കൊടുക്കുന്നു അതാണ് നമുക്ക് നല്ലത്. ഓക്കെ, സ്പ്രെഡ് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കൂടുതൽ പൈസ പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ലോവസ്റ്റ് സ്പ്രെഡ് ആയിരിക്കണം ആ ഒരു ബ്രോക്കർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഫാസ്റ്റ് എക്സിക്യൂഷൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 100 രൂപയിലാണ് നമ്മളിപ്പോൾ ഒരു ട്രേഡിൻ്റെ എൻട്രി ഇടുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു 100 രൂപയിൽ തന്നെ ആ ഒരു ഓർഡർ കിട്ടണം. ആ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു മൈക്രോ സെക്കൻഡിൽ തന്നെ നമുക്ക് ആ ഒരു ഓർഡർ പ്ലേസ് ആവണം. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യവും നമ്മൾ നോക്കേണ്ടതാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും കൂടി നോക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രോക്കറിൽ നമ്മൾ തുടങ്ങുന്നതാണ് നല്ലത്. ഓക്കെ, പിന്നെ മിനിമം ഡെപ്പോസിറ്റ്, ചില ബ്രോക്കേഴ്സൊക്കെ $500, $1000 അങ്ങനെയൊക്കെ മിനിമം ഡെപ്പോസിറ്റുകൾ വരും. അങ്ങനെ ഡെപ്പോസിറ്റിനൊരു കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ് വിഡ്രോവൽസ്. ഓക്കെ, 2 ദിവസം 3 ദിവസമൊക്കെ വിഡ്രോവൽസ് എടുക്കുന്ന ബ്രോക്കേഴ്സിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കാനാണ് നമ്മൾ സജസ്റ്റ് ചെയ്യുള്ളൂ. സെയിം ഡേ വിഡ്രോവൽസ് ഉള്ളൊരു ബ്രോക്കേഴ്സാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വൺ പ്രോ ഗ്ലോബൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സെയിം ഡേ വിഡ്രോവലാണ്. അതും നമുക്കൊരു 1 ഹവറിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വിഡ്രോവൽ പ്ലേസ് ആവുകയും ചെയ്യും, അതായത് മാക്സിമം 1 ഹവർ. ഓക്കെ, അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡിൽ നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാം, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ക്രിപ്റ്റോസ് അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫണ്ട് ആഡ് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ ഫണ്ട് ഒരിക്കലും എവിടെയും ബ്ലോക്കായി പോകാൻ പാടില്ല. അപ്പോൾ പലരും ചോദിക്കും നമുക്ക് ബ്രോക്കേഴ്സിനൊക്കെ വിശ്വസിക്കാം, അവർ നമ്മളെ ഫണ്ട് തട്ടിയെടുത്തുകൊണ്ട് പോകുമോ. അതായത് ബ്രോക്കേഴ്സ് എന്ന് വെച്ചാൽ ഈ റെഗുലേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്ന ആ ഒരു ഫസ്റ്റ് പറഞ്ഞ പോയിൻ്റാണ് അവിടെ നമ്മൾ നോക്കേണ്ടത്. ഈ റെഗുലേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മുടെ ഫണ്ട് അവിടെ സേഫാണ്. ആ ഒരു സേഫ്റ്റി കൊണ്ടാണ് അവർക്ക് ആ ഒരു ലൈസൻസ് അവിടെ കൊടുത്തിരിക്കുന്നത്. അത് എല്ലാവർക്കും വെറുതെ പോയി റെഗുലേഷൻസ് കൊടുക്കില്ല. പക്ഷേ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഏതൊക്കെ റെഗുലേഷൻസ് അവർക്ക് ഉള്ളത്, ഏതൊക്കെ റെഗുലേഷൻസ് അവർക്കുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ബിഗിനേഴ്സ് നോക്കേണ്ട മെയിനായിട്ടുള്ള കാര്യമാണ്. പിന്നെ നോക്കേണ്ട ഒരു കാര്യം 24x5, അതായത് 5 ദിവസം, മൺഡേ തൊട്ട് ഫ്രൈഡേ വരെ 24 hours നമുക്ക് ട്രേഡിംഗ്
ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു 24/5 ഡേയ്സ് അല്ലെങ്കിൽ ക്രിപ്റ്റോസൊക്കെ നോക്കുമ്പോൾ 24/7 ആണ്. അതായത് അപ്പോൾ 24/7 നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ 24/7 കസ്റ്റമർ കെയർ സപ്പോർട്ടുള്ള ആ ഒരു ബ്രോക്കർ ആയിരിക്കും നമുക്ക് ചൂസ് ചെയ്യുന്നതിൽ ബെറ്റർ. ഓക്കെ, അതുപോലെ തന്നെ പിന്നെ ഉള്ളൊരു കാര്യം, ഇപ്പോൾ നമ്മുടെ വൺ പ്രോ ഗ്ലോബൽ എന്ന ബ്രോക്കർ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മേൽപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ കമ്പനിയുടെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് അതായത് ടെക്നിക്കൽ അനാലിസ്റ്റ് ടീം ഉണ്ടാക്കുന്ന ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് നിങ്ങൾക്ക് ഡെയിലി PDF ആയും അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോയിലൂടെയും നിങ്ങൾക്കത് ലഭിക്കും. ഓക്കെ, അതുകൊണ്ട് 2 കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്ട്രാറ്റജി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജിയിൽ കൂടെ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസും കൂടി ഉൾപ്പെടുത്തിയിട്ട് ട്രേഡിംഗ് ഡിസിഷൻസ് എടുക്കാം. അപ്പോൾ ലോസ് വരാനുള്ള ചാൻസ് അവിടെ കുറഞ്ഞു. അല്ല, നിങ്ങൾ ബിഗിനേഴ്സ് ആണ്, നിങ്ങൾ മാർക്കറ്റിലധികം എക്സ്പീരിയൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കൽ അനാലിസിസ് വായിച്ച് ഡെയിലി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാലും ഒരു മാസം 2 മാസമൊക്കെ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് സ്വന്തമായിട്ട് തന്നെ ആ ഒരു ഡിസിഷൻ എടുക്കാനും സ്വന്തമായിട്ട് തന്നെ ഒരു ടെക്നിക്കൽ അനാലിസ്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കാനും നമുക്ക് കഴിയും. അങ്ങനത്തെ രീതിയിലുള്ള സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ടെക്നിക്കൽ അനാലിസിസ് ആണ് നമ്മൾ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിനെ ഒരു ബിഗിനേഴ്സ് എന്തൊക്കെ നോക്കണം എന്നുള്ള കാര്യം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഞാൻ താഴെ നിങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ നമ്മുടെ അസിസ്റ്റൻസ് വേണം അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്കൽ അനാലിസിസിൻ്റെ സപ്പോർട്ട് വേണം എന്നുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടായിട്ട് ഞാൻ താഴെ ഒരു ഗൂഗിൾ ഫോം കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഇമെയിൽ ID യും നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് നിങ്ങളെ വിളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള വീഡിയോ എന്തായാലും ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യാം. ഓൾറെഡി ഒരു വീഡിയോ ലെങ്ത് ആണ്. അപ്പോൾ ഒരു അടുത്ത വീഡിയോയിൽ എങ്ങനെ അവർക്ക് ഏൺ ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യുന്നൊരു വീഡിയോ ആണ്, അല്ലെങ്കിൽ ട്രേഡ് ചെയ്ത് ഏൺ ചെയ്യുന്നതാണ് ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഫോറക്സ് ട്രേഡിങ്ങിൽ ഇത് മാത്രമല്ല മെത്തേഡ്, അതിലുപരി നമുക്കൊരു പാസീവ് ഇൻകം ഉണ്ടാക്കാനായിട്ട് വേറൊരു മെത്തേഡും കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.